ഹലോ മക്കളെ, ശ്വേതാമസാണ്. ഇപ്പം നമ്മുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സമയമാണല്ലേ. നിങ്ങളോട് +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താവാനാണ് ആഗ്രഹം, നിങ്ങളുടെ അംബീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും പലതായിരിക്കും പറയാനുണ്ടാവും അല്ലേ. കുറച്ച് പേർക്ക് ഡോക്ടർ ആവണം, കുറച്ച് പേർക്ക് എഞ്ചിനീയർ ആവണം, കുറച്ച് പേർക്ക് ഫാഷൻ സ്റ്റഡീസിലേക്ക് പോകാനായിരിക്കും താല്പര്യം. അങ്ങനെ കുറേ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒക്കെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഏതൊരു കരിയർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ടോപ്പ് കോളേജസിലായിരിക്കണം നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. കാരണം ടോപ്പ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് പ്ലേസ്മെൻറ്റ്സും അതുമാത്രമല്ല നമ്മുടെ കരിയറിൽ നമുക്ക് എക്സൽ ചെയ്യാനും പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കയറാൻ നമുക്ക് എന്തുണ്ടാകും എന്നാണ്, നമ്മുടെ കോമ്പറ്റീവ് എക്സാംസ് നമ്മൾ ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴേ നമ്മുടെ ബേസിക്സ് ഒക്കെ സെറ്റാക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും +2 എത്തുമ്പോഴല്ലേ നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടതുള്ളൂ. അല്ല മക്കളെ, നമ്മളിപ്പോൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയാലാണ് നമുക്ക് ഈ ഒരു കോമ്പറ്റീവ് എക്സാമിനുള്ള ഈ ഒരു നാക്ക് നമുക്ക് മനസ്സിലാകുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, നിങ്ങൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു കോമ്പറ്റീവ് എക്സാംസ്. ഇപ്പോൾ സ്റ്റേറ്റിലാണെങ്കിലും CBSE മക്കളാണെങ്കിലും നിങ്ങൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പഠിച്ചു പോകുന്ന സിലബസ് തന്നെയാണ്. പക്ഷേ എക്സാമിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടി കൂടുകയാണ്. നിങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വരികയാണ്. ഇതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക്സ് സെറ്റ് അല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ റൂട്ട് എന്താണെന്ന് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ ബേസിക്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് കോമ്പറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് വേണ്ടി തരുന്നൊരു ബാച്ചാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. കുറേയധികം ഫീച്ചേഴ്സാണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടത്. ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓരോ കോൺസെപ്റ്റിനും. മാത്രമല്ല ഓരോ കോൺസെപ്റ്റും ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലേക്ക് കിടക്കുള്ളൂ. അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും തരുന്നതായിരിക്കും. ഈസി ടു ഡിഫിക്കൽട്ട് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകുക. മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെ കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴേ ഈ ഒരു കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സൈലത്തിൻ്റെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫാൽക്കൺ ബാച്ചിൽ വെച്ച് കാണാം. ബൈ.